ബംഗാൾ ഗവർണർ സി.വി. ആനന്ദ ബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ജീവനക്കാർക്ക് നിർദ്ദേശം. രാജ്ഭവനിലെ 4 ജീവനക്കാർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയത്. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഈ സി.വി. ആനന്ദ ബോസിനെതിരായ പരാതിയിൽ രാജ്ഭവൻ ജീവനക്കാർക്ക് ആണോ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹാജരാകാൻ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. 8 അംഗ സംഘമാണ് ഇതിൽ കേസ് അന്വേഷിക്കുന്നത്. ഇന്നിപ്പോൾ തുടർ നടപടി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് രാജ്ഭവനിലെത്തിക്കൊണ്ട് ജീവനക്കാർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 4 ജീവനക്കാർക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്ഭവനിലെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, നേരത്തെ തന്നെ നൽകിയ പരാതിയിൽ ഏപ്രിൽ 24-നും അതോടൊപ്പം തന്നെ മെയ് 2-നുമാണ് ഇത്തരത്തിൽ ഗവർണറിൽ നിന്നും ലൈംഗിക പീഡന പരാതി സംബന്ധിച്ചുള്ളൊരു പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത്. അതിനുശേഷം പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ദ്രുതഗതിയിൽ തന്നെ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും തുടർ നടപടിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം, ഗവർണർക്ക് നൽകുന്ന ഭരണഘടനാപരമായ പരിരക്ഷ ആർട്ടിക്കിൾ 361 പ്രകാരം സ്വാഭാവികമായിട്ടും പോലീസ് അതിൽ കേസ് അന്വേഷണം നടത്തി പിന്നീട് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. അത്തരം നടപടിയിൽ തന്നെയാവും പോലീസ് മുന്നോട്ട് പോവുക. അതിനുശേഷം സർക്കാർ ഒരുപക്ഷെ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറാനാണ് സാധ്യത. എന്തായാലും ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഇപ്പോൾ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ എന്തുകൊണ്ട് BJP ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും ആനന്ദ് ബോസുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ബംഗാളിലെ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. 4 ജീവനക്കാരോട് ഹാജരാകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇസ്രയേൽ ബന്ധത്തിന്റെ പേരിൽ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരെ ഇറാൻ സ്വതന്ത്രരാക്കിയിട്ടും വിട്ടയക്കാൻ കപ്പൽ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് ആരോപണം. MSC ഏരീസ് കമ്പനിക്കെതിരെ മലയാളി ജീവനക്കാരുടെ കുടുംബം രംഗത്തുണ്ട്. ക്രൂ ചേഞ്ചിങ് നടത്താതെ പോകരുതെന്നാണ് ജീവനക്കാർക്ക് കമ്പനി നൽകിയ നിർദ്ദേശമെന്ന് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. ക്രൂ ചേഞ്ചിങ് ഒരു മേജർ പാർട്ടാണ്. ഓഫ് കോഴ്സ് ഷിപ്പ് അങ്ങനെ ഐഡിയലായിട്ട് ഇടാൻ പറ്റുമോ? അതിൻ്റെ ഓരോ ഭാഗവും വർക്ക് ചെയ്യണ്ടേ? പിന്നെ ഷിപ്പിൽ സാധനങ്ങളുണ്ട്. ഷിപ്പ് ഇപ്പോൾ ഇറാൻകാരാണ് കൊണ്ടുപോകാൻ വിചാരിച്ചാൽ അതൊരു പ്രശ്നമല്ലേ മുതലാളിക്കും? മുതലാളിയും ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ജീവനക്കാരെ വിട്ടയക്കാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചതായി വാർത്തകളുണ്ടായിരുന്നു. ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് ഈ കേസിൽ കുടുംബങ്ങളുടെ പരാതി? ഗോപികൃഷ്ണൻ, ശ്യാംനാഥിന്റെ കുടുംബം പറയുന്നതനുസരിച്ച് നിലവിൽ MSC കമ്പനിയാണ് ഇതിൽ വലിയ പ്രതിസന്ധിയാവുന്നത്. ഇറാൻ ഇതിനോടകം തന്നെ ജീവനക്കാരെ സ്വതന്ത്രരാക്കിയതാണ്. പക്ഷേ ക്രൂ ചേഞ്ചിങ് നടത്താതെ ജീവനക്കാരോട് പോകരുതെന്നാണ് MSC കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതാണ് നിലവിൽ പ്രതിസന്ധിയാവുന്നതെന്നാണ് ശ്യാംനാഥിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. ആകെ 24 ജീവനക്കാരായിരുന്നു ഈ കപ്പലിനുണ്ടായിരുന്നത്. ഏപ്രിൽ 13-നാണ് കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത്. പിന്നീട് ഈ ജീവനക്കാരെ സ്വതന്ത്രരാക്കിയതോടെ ഇതിലുണ്ടായിരുന്ന ഒരാൾ ആൻഡസ എന്നുള്ള യുവതി കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. പിന്നീട് 23 പേരാണ് ഇപ്പോൾ ഈ കപ്പലിൽ തുടരുന്നത്. ഇവരുടെ ജീവിതമാണ് ഇപ്പോൾ പ്രതിസന്ധിയായി തുടരുന്നത്. ഈ കമ്പനി ഇതിൽ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ശ്യാംനാഥിന്റെ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മുഴുവൻ ജീവനക്കാരെയും മോചിതരാക്കി എന്ന് സംബന്ധിച്ച്. പക്ഷേ ആ വാർത്തയെ നിഷേധിക്കുകയാണ്. മോചനം സംബന്ധിച്ച് യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ശ്യാംനാഥ് വിളിച്ചപ്പോൾ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ ഇടപെടണം. അതുമായി മാത്രമല്ല എംബസി ഇതിൽ ഇടപെടണം. MSC കമ്പനി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന കാര്യമാണ് ശ്യാംനാഥിന്റെ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു മലയാളികളായ കുടുംബവും ഇതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചും MSC കമ്പനി തന്നെയാണ് ഈ ജീവനക്കാരെ മോചിതരാക്കുന്നതിൽ വെല്ലുവിളിയായി നിൽക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.